ഹലോ ആടാ പറ. എടാ അതെ ഇതുവരെ വന്നിട്ടില്ല. വന്നിട്ടില്ലേ? ആര്? എടാ മറ്റേത്. മറ്റേതോ? ഏത് മറ്റേത്? എടാ പീരിയഡ്സ്. ഉഫ്, അതാണോ? അതിപ്പോ എത്ര ദിവസമായി? ഇപ്പൊ 2 ആഴ്ചയായി വന്നിട്ട്. എന്റെ പൊന്നു റൂബി, 2 ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ. അതൊക്കെ വന്നോളും. ഇത് സ്ഥിരല്ലേ? എടാ ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ ലേറ്റ് ആവുന്നേ. കൂടി വന്ന ഒരാഴ്ച, അതിൽ കൂടുതൽ ലേറ്റ് ആവാറില്ല. ആദ്യമായിട്ടാണോ? അത് കാര്യമാക്കേണ്ടത് വന്നോളും. നീ ആദ്യം പെട്ടെന്ന് ഓഫീസിലോട്ട് വരാൻ നോക്ക്. ജോൺ സാർ എത്തുന്നതിന് മുന്നേ വരണേ, അല്ലെങ്കിൽ അയാളുടെ വെറുപ്പീര് വേറെ കാണും. കേട്ടോ? ശരി, ഞാൻ അന്ന് റെഡി ആയിട്ട് വരാം. Yes, sir. We provide various investment plans and they are highly secure in nature. Yes, the returns are definitely going to be high in stake. Oh, okay. Yeah, please send me the details and I shall verify, sir. Sure thing, sure. അവിടെ എല്ലാവർക്കും സുഖമല്ലേ സർ? ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഓ ഡി ഐ സി. ഡി സർ ഡിസ്കൗണ്ടോ? സർ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ സാറായതുകൊണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് എടുക്കുന്നുണ്ട്. The returns are definitely going to be high, sir. Various plans ഉണ്ടല്ലോ. ഓക്കെ സാർ, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഒന്ന് നിർത്ത് സർ. ഒരു മിനിറ്റ്, എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് കോൾ വരുന്നുണ്ട്. ഓക്കെ സാർ, താങ്ക് യു. എന്താ പെണ്ണ്, എന്നെ പണിയെടുക്കാൻ സമ്മതിക്കില്ലേ? ആഹാ, ഈ ഒലിപ്പീര് പരിപാടിയെ ജോലിയാന്ന് മാത്രം എന്നോട് പറയല്ലേ. എടി, നിനക്ക് ചോദിക്കാൻ ബോയ് ഫ്രണ്ട് ഉണ്ട്, നമുക്കാരും ഇല്ലല്ലോ. അതെ, നിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പം കൊണ്ടാ. ഓക്കെ, അപ്പം എന്താ പ്രശ്നം? എടി, എനിക്കിതുവരെ വന്നിട്ടില്ല. ആരും വന്നിട്ടില്ല? നിന്റെ അമ്മ. അമ്മൂമ്മയോ? എടി പീരിയഡ്സ്. എന്താ ഇവിടെ ഒരു ചുറ്റിക്കളി? ഒന്നുമില്ല സർ. റൂബി, ഈ മന്തിൻ്റെ ആകുമ്പോഴെങ്കിലും ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. ടാർഗറ്റ് കൂട്ടിയ അറിയാലോ. സർ. ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. ഓക്കെ സർ. പെട്ടെന്നോട്ടെ. ശരി സർ. ഹലോ എടി, ഇത് ഞാനാ. പറ. എടി, ഇപ്പോൾ ഇതൊരു 3 ആഴ്ചയായി വന്നിട്ട്. ശരി, നീ കൂളാവ്. ഇന്ന് ഈവനിങ് നമുക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോവാം. എടി, പക്ഷേ നമ്മുടെ ലോഗ് ഔട്ട് ടൈം 9 o'clock എടാ, അല്ലാണ്ട് വേറെ മാർഗ്ഗമില്ലല്ലോ, നമുക്ക് പോവാം. ശരി. ഹലോ, വാട്ട് ഈസ് യുവർ സൊല്യൂഷൻസ്?
Yes, sir. In case of any queries, you may contact to this number. Thank you. जाना मेरे सवालों का मन शांतमी रात्रि वाद्य घोषा ഹലോ വേർട്ടെക്സ് എ സൊല്യൂഷൻസ്, ഹൗ മേ ഐ ഹെൽപ്പ് യു സർ? ആ പറഞ്ഞോളൂ സർ. ഓ ഓക്കെ സർ, എനിക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഞാൻ സാറിന് തന്നത്. യെസ് നല്ലൊരു ഇതാണ് സർ ഓപ്ഷൻ. ആ ഓക്കെ. എന്തുവാടേ? ആ ഓക്കെ. നിന്റെ ക്ലയൻറ്റ് കോൾ ഇതുവരെ കഴിഞ്ഞില്ലേ? ആ സർ, ആദ്യം പറഞ്ഞ പോലെ ഡോക്യുമെൻറ്റ്സ് ഒന്ന് അയക്കുകയാണെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാമായിരുന്നു. ആ അതെ, ആ 2 ഡോക്യുമെൻറ്റ്. ആ സർ, ഷുവർ. നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഡോണ. എന്നാൽ ശരി സാർ, ഞാൻ നാളെ വിളിക്കാം. ബൈ ബൈ, താങ്ക് യു. ഉഫ്, നിനക്ക് തോന്നുന്നുണ്ട് ഇതിന് വല്ല അന്ത്യം ഉണ്ടെന്ന്? ആ ആട്ടെ, ഡോക്ടർ എന്നാ പറഞ്ഞേ? ആ UPT എടുത്തിട്ടുണ്ട്. UPTയോ? യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ്. എന്തോ പ്രോട്ടോക്കോൾ ആണെന്നാണ് പറഞ്ഞത്. ആ സാമ്പിൾ എടുത്തിട്ടുണ്ട്. അത് നോക്കി ഇനി അവർ പറയും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന്. ഡോക്ടർ തൽക്കാലം പറഞ്ഞു വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന്. ഏതായാലും കുറച്ച് മരുന്നൊക്കെ എഴുതി തന്നിട്ടുണ്ട്, എടുത്തു നോക്കാം. എടാ, ഇതിപ്പോൾ ഭയങ്കര കോമണാണ്. നീ ഇത് ഇത്ര സീരിയസ് ആക്കി എടുക്കേണ്ട ഒരു കാര്യമില്ല. നീ ഇപ്പോൾ ജോലിക്ക് കയറിയിട്ട് 2 മാസമല്ലേ ആയിട്ടുള്ളൂ. നമ്മുടെ ഇരുന്നുള്ള ജോലിയൊക്കെ ആയിരിക്കും ഇതിന് കാരണം. എടാ പക്ഷെ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ. ആ വന്നാൽ മതിയായിരുന്നു. ഓ എന്താ? ഉഫ്, എൻ്റെ പൊന്നോ. വന്നോ? ഇല്ല വന്നില്ല. പോരെ? പയ്യെ പറ. ഇന്നെങ്കിലും വരുമെന്ന് ഞാൻ വിചാരിച്ചേ. അതെ, എനിക്ക് വന്നു. എന്റെ പൊന്നിടോണ, ഇത് മത്സരമൊന്നുമല്ല. ശരി, നീ ഫസ്റ്റ്. പോരെ? ഓക്കെ. ഫോൺ എടുക്ക് ജേസ. ഹലോ, എടാ നീ എവിടെയാ? ഞാൻ റൂമിലാടാ. എടാ ജേസ, ഇവിടെ നടക്കുന്ന വല്ലതും നിനക്ക് എന്തെങ്കിലും അറിയാവോ? എന്തൊക്കെയാ നടക്കുന്നേ? എടാ എനിക്കിതുവരെ പീരിയഡ്സ് ആയിട്ടില്ല. എന്താ? എടാ എനിക്ക് പീരിയഡ്സ് ആയിട്ടില്ലെന്ന്. എന്താ? എടാ ഇതിപ്പോ എത്ര ദിവസമായി? കുറച്ചായി. എന്നിട്ട് നീ ഇത് ഇപ്പോഴാണോ പറയുന്നേ? എടാ നമ്മൾ ദിവസം വിളിക്കുന്നല്ലേ, നിനക്ക് അപ്പ പറയായിരുന്നില്ലേ? അതിന് നീ എന്തിനാ ഇത്ര പാനിക് ആവുന്നേ? അല്ല അത് ശരിയാണല്ലോ, പറഞ്ഞ പോലെ നമ്മൾ തമ്മിലൊന്നും നടന്നിട്ടില്ലല്ലോ. എനിക്കാകെ ഭ്രാന്ത് പിടിച്ചിരിക്കാ ജേസ ഞാൻ. എടാ ഇതിപ്പോ കൊറേ ആയോ? എടാ ആയിടാ, ഞാൻ ഡോക്ടറിനെയും കണ്ടു. ഡോക്ടേഴ്സ് മരുന്നും പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു, അത് ഞാൻ കഴിച്ചു. പക്ഷെ എന്ത് കഴിച്ചിട്ടും ആവുന്നില്ല. നീ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തായിരുന്നോ? എടാ അതിനൊന്നും നടന്നിട്ടില്ലല്ലോ. അല്ല ഈ ഉമ്മ വെച്ച ജേസ, ഒന്നാമത്തെ ഞാൻ നല്ല ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ. അപ്പോഴാ അവൻ്റെ ഒരു അവഞ്ഞ കോമഡി. ഡാ നോക്ക്, എനിക്കറിയാവുന്ന ഒരു ആയുർവേദ വൈദ്യനുണ്ട്. ആളുടെ കയ്യിൽ എന്തോ ഒരു സ്പെഷ്യൽ കഷായം ഉണ്ടെന്ന് കേട്ടേക്കുന്നത്. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ നിനക്ക് കൊണ്ടുവന്ന് തരാം, നീ ഒന്ന് നോക്കി നോക്ക്. ആ ശരി. ഹലോ. ഹലോ ഡോണ. ആടാ ജേസ, പറ. റൂബി അടുത്തുണ്ടോ? ഇല്ലടാ, അവള് ഡോക്ടറിന്റെ റൂമിലാ. ഓ, ഇതിപ്പോ എത്ര എടാ ഇതിപ്പോ 5th വീക്കാ. നിന്റെ ആയുർവേദം ഒന്നും ഏൽക്കുന്നില്ല. ഓക്കെ.
അവളോട് വിളിക്കാമെന്ന് പറഞ്ഞേരേ. എടാ ഡോക്ടർ എന്നാ പറഞ്ഞേന്ന്? PCOS ഉണ്ടെന്നാ പറയുന്നത്. PCOSോ? അതെന്താ? അതായത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. ഡോക്ടർ പറഞ്ഞു ഇതൊക്കെ വളരെ കോമൺ ആണ്. പക്ഷേ എന്തോ ഇതിനെപ്പറ്റി അധികം ആൾക്കാർക്ക് അറിയില്ലെന്ന് തോന്നുന്നു. പിന്നെ നീ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ഈ ജോലിയും ഈ വർക്ക് ലൈഫ് സ്ട്രെസ്സും പിന്നെ ഈ ഫാസ്റ്റ് ഫുഡ് കൾച്ചറൊക്കെ കാരണം ഇത് വരുന്നത്. പിന്നെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞായിരുന്നു തടി കുറയ്ക്കണമെന്ന്. ആ നന്നായി, തടി കുറഞ്ഞത് തന്നെ ഈ ജോലി വെച്ചോണ്ട്. ചേട്ടാ ഈ മെഡിസിൻസ് ഒന്ന് തരാമോ? താങ്ക് യു. എടാ പക്ഷെ എന്നാലും ഇത്രയും ലേറ്റ് ആവാൻ? ഇറ്റ് വേരീസ് വിത്ത് പീപ്പിൾ ഇറ്റ് സിംസ്. ഏതായാലും ഈ മെഡിസിൻസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഫ്രസ്ട്രേഷൻ അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ആ ഫ്രസ്ട്രേഷൻ അത് പിന്നെ നമ്മുടെ തലയെഴുത്താ. പക്ഷെ എനിക്ക് ഇതിൻ്റെ ഫുഡ് അടി കണ്ടിട്ടാ പേടിയാവുന്നേ. കുറച്ചധികം കഴിക്കുന്നുണ്ടല്ലേ? കുറച്ചോ? സാരമില്ല, നോക്കാം. അതെ അതെ. ഹലോ മോളെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നാളെ നീ ബസ് കയറി ഇങ്ങോട്ട് വാ, നമുക്ക് ഇവിടെ ഒരു വൈദ്യനെ കാണിക്കാം. എൻ്റെ അമ്മ, ഇത് പറയാനാണോ നിങ്ങൾ ഈ രാത്രി വിളിച്ചത്? പോയി കിടന്ന് ഉറങ്ങമ്മ. വേറെ പണിയൊന്നുമില്ല ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാതെ. നിനക്ക് എന്റെ സൈഡ് എഫക്റ്റ് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല റൂബി. നീ നാളെ ബസ് കയറി വാ. മനുഷ്യനിവിടെ ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ? അമ്മ, അമ്മയ്ക്ക് എന്താ ഞാൻ പറയുന്നത് മനസ്സിലാവാത്തത്? ഞാൻ ആശുപത്രിയിൽ പോയി, മെഡിസിൻസും എടുത്തു, വൈദ്യനെയും കണ്ടു, ആയുർവേദവും ട്രൈ ചെയ്തു. പക്ഷെ എന്തോ അതൊന്നും എൻ്റെ ബോഡിക്ക് സൂട്ടാവുന്നില്ല. റൂബി, നീ നാളെ തന്നെ വണ്ടി വിളിച്ച് വരുന്നുണ്ടോ? നീ അവിടെ നിന്ന് എന്തൊക്കെ ചെയ്തെന്ന് ആരറിഞ്ഞു? ആർക്കറിയാം ഇത് വേറെ എന്തേലും ആണെന്ന്? ഹോ, അപ്പൊ അതാണോ കാര്യം? ആ അത് തന്നെ. അമ്മ, നല്ല രസമുണ്ട്. നിങ്ങളുടെ വായിന്ന് തന്നെ ഞാനിത് കേൾക്കണം. അമ്മ ഫോൺ വെച്ചിട്ട് പോയിക്കേ. ഈ പേരും പറഞ്ഞ് നാട്ടിലോട്ട് വരുന്ന പ്രശ്നമില്ല. എന്താന്ന് വെച്ചാ ചെയ്. ഹോ, ഇത് നേരത്താണോ പെണ്ണിട്ട് ജനിക്കാൻ തോന്നി? Yeah, sure, just give me a minute. Yeah, thank you. Yeah. Yeah. I'm not able to connect to Mr. Shah. So I'm pretty sure I sent those files. Hello, Vertex Sales Solutions. How may I help you, sir? ആടാ, ഹോസ്പിറ്റലിലാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. വിളിക്കാം.
ജേസ വാ പോവാം. കുറേ നേരമായോ? പുറത്ത് നല്ല മഴയുണ്ടെന്ന് തോന്നുന്നു. അല്ല, നമ്മളെങ്ങനെ പോവും? നടക്കണ്ടേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാം. നല്ല വിശപ്പുണ്ട്. സിസ്റ്റർ, ഹോസ്പിറ്റലിൽ വന്ന് ഇപ്പം എന്നെ എല്ലാവർക്കും അറിയാം. നല്ല മഴയാണല്ലോ ജേസ. കുട എടുത്തത് നന്നായി. ജേസ, നമ്മുടെ ഡോണയില്ലേ, അവളെ സമ്മതിക്കണം കേട്ടോ. എന്തൊലിപ്പീരാന്നറിയാവോ? നീ അവളുടെ ക്ലൈൻറ്റ് കോളൊക്കെ ഒന്ന് കേട്ട് നോക്കണം. പെറ്റ തള്ള പോലും സഹിക്കില്ല. യുനോ, ഇന്നലെ അവൾക്കൊരു ക്ലൈൻറ്റ് വന്ന് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഗിഫ്റ്റ് ചെയ്തു. ബട്ട് യുനോ, ഐ ആക്ച്വലി അഡ്മയർ ഹർ. കാരണം കാര്യം സാധിച്ചെടുക്കാൻ അവൾ കഴിഞ്ഞേ ഉള്ളൂ. എനിക്ക് നിന്നോട് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇന്നലെ ജേസ, എന്താടാ? എടാ, നിനക്ക് ഷുവറാണോ ഇതുകൊണ്ട് തന്നെയാണ് ഡിലേ എന്ന്? എടാ, വേറെ എന്ത് കാരണം കൊണ്ടാ? എന്താ ജേസ, ഇപ്പം നിനക്കും എന്നെ സംശയമാണോ? അല്ലടാ, ഡു യു റിയലി തിങ്ക് ദാറ്റ് യു ഹാവൻറ്റ്? ഐ ഹാവൻറ്റ് വാട്ട് ജേസൺ? ഫിനിഷ് യുവർ സെൻറ്റൻസ്. എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താ? ഇന്നലെ രാത്രി അമ്മ, ഇന്ന് നീ. വാട്ട് ഡു യു എക്സ്പെക്ട് മീ ടു ഡു റൈറ്റ് നൗ ഇൻ ദിസ് സിറ്റുവേഷൻ? നിങ്ങളുടെ വിചാരം എന്താ? ദാറ്റ് ഐ വോണ്ടഡ് ടു ബി ഇൻ ദിസ് സിറ്റുവേഷൻ? നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ തോട്ട് അബൌട്ട് മൈ ഇമോഷൻസ്, വാട്ട് ഐ എം ഗോയിങ് ത്രൂ? നോ, യു ആൾ ഓൺലി കെയർ അബൌട്ട് എ റീസൺ ആൻഡ് ഐ ഹവ് ഓൾറെഡി ടോൾഡ് യു വാട്ട് ഇസ് ദ റീസൺ. എന്നിട്ടും നിനക്ക് എന്നെ വിശ്വസിക്കാൻ ഇത്രയും പ്രയാസമാണോ? ഡു യു ഈവൻ നോ ഹൗ ഫ്രസ്ട്രേറ്റിംഗ് ദിസ് ഇസ് ജേസൺ, വെയിറ്റിംഗ് ഫോർ ദിസ് ബ്ലഡി തിങ് ടു കം? സോറി, നീ ഒന്ന് ചില്ലാവ്. വേണ്ട ജേസൺ, നിന്റെ ഒരു സോറി. ആർ യു ഷുവർ ഇറ്റ്സ് ഹിം? You are no way close to achieving your target this time. ഇങ്ങനെ പോയാൽ യു വിൽ ഹാവ് ടു ഫേസ് ദ കോൺസിക്വൻസസ്. സോറി സർ. വേഗം എടാ, അത് നീ കാര്യമാക്കണ്ട. ഇറ്റ്സ് ഓക്കെ, പറഞ്ഞു നീക്ക്. റുബി, I just need a break, Donna. എടാ, എടാ ഡോണ, എടാ ഒന്ന് ഇങ്ങോട്ട് വാടാ, വാഷ്റൂമിലോട്ട്. ഒന്ന് വാ.
എന്താടാ? എടാ എനിക്ക് എന്റെ പീരിയഡ്സ് വന്നു. ശരിക്കും? ഫൈനലി സത്യം സത്യം സത്യമായിട്ട് എനിക്ക് വന്നു. ഓക്കെ, ഇന്നത്തെ ലഞ്ച് എന്റെ വക. നീ Okay. എന്ത് വേണമെങ്കിലും പറഞ്ഞു, എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തോ, ഞാൻ പൈസ കൊടുക്കും. പക്ഷെ ഒരു മിനിറ്റ്, ആദ്യം ഞാൻ എന്റെ അമ്മേനെ ഒന്ന് വിളിച്ച് പറയട്ടെ. പുള്ളിക്കാരത്തിക്കാണല്ലോ ഭയങ്കര സൂക്കേട്. ഫോൺ എടുക്ക്. ഹലോ മോളെ, വത്സ ജേക്കബേ, അവൻ വന്നു. ആര് വന്നു? പീരിയഡ്സ് വന്നെന്ന്. ഇപ്പൊ സമാധാനമായി കാണൂലോ. ഇപ്പൊ ഭാഗ്യം, ദൈവത്തിന് നന്ദി. ഇനി അതും ക്രെഡിറ്റ്സ് ദൈവത്തിനാണോ? വേണ്ടടേ, നിന്നെ തന്നെ രൂപക്കൂട്ട് കയറി ഇരുത്താം. ശരി, ഏതായാലും ഞാൻ രാത്രി വിളിക്കാം. ഓക്കെ, ബൈ. നമ്മുടെ ഈ ജോലി, ഈ വർക്ക് ലൈഫ്, പിന്നെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു തടി ഈ ഫ്രസ്ട്രേഷൻ, അതാണ് അമ്മ നല്ല രസം. നിങ്ങളുടെ വായിൽ തന്നെ ഞാനിത് കേൾക്കാം. Hello, Vertexil Solutions. How may I help you, sir? എങ്ങനുണ്ട്? നല്ല സുഖമുണ്ട് മാഡം. നല്ല സുഖമുണ്ടല്ലേ? 2 മാസം ഡിലേ. എന്താ അല്ലേ, ഇത് വന്നാലും പ്രശ്നം, വന്നില്ലെങ്കിലും പ്രശ്നം. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. പണ്ടുണ്ടല്ലോ എൻ്റെ നാട്ടിൽ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ജസ്റ്റ് ചേച്ചി എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഈ വീട്ടിൽ പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് വിൽക്കുമായിരുന്നു. സോ ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടെ കൂടിയിട്ട് പുള്ളിക്കൊരു ഇരട്ട പേരിട്ടു, മീശമാധവി. മീശമാധവിയോ? അതെന്താ, പുള്ളിക്കാരി കക്കാൻ പോവായിരുന്നു? അല്ലടാ, പുള്ളിക്കാരത്തി ഉണ്ടല്ലോ, ഒരു ഇച്ചിരി ഫേഷ്യൽ ഹെയർ ഗ്രോത്തും പിന്നെ ഒരു ചെറിയ മീശ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും മീശമാധവി എന്ന് വിളിച്ചത്. ഇതിപ്പോൾ എങ്ങോട്ടാ പോകുന്നേ? പുള്ളിക്കാരത്തിക്കും ചിലപ്പം കാണുമായിരുന്നോ ഈ PCOS? സത്യം പറഞ്ഞാൽ നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തുണ്ടല്ലോ, ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞ ഹോർമോൺ കൂടുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഈ ഫേഷ്യൽ ഹെയറും പിന്നെ മീശയും അതൊക്കെ, അതെല്ലാം ഈ ഒരു PCOSൻ്റെ സിംറ്റംസ് ആണ്. എന്തിനു പറയണം, ഞാൻ തന്നെ ഈ ഒരു അവസ്ഥയിലായപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, അതായത് നമ്മുടെ ഈ സ്ത്രീകളുടെ ശരീരത്ത് ഇങ്ങനെ ഒരു ഹോർമോൺ, അതായത് ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ടെന്ന് തന്നെ. ചെറുപ്പത്തിലുണ്ടല്ലോ, ഞാനും എൻ്റെ കൂട്ടുകാരോടൊപ്പം കൂടിയിട്ട് ചേച്ചിനെ ഒരുപാട് കളിയാക്കി ചിരിച്ചിട്ടുണ്ട്. അന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്തുകൊണ്ടായിരിക്കും പുള്ളിക്കാരത്തേക്ക് ഇങ്ങനെ വരാനുള്ള കാരണം. ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പം ചെറുതായിട്ടൊരു കുറ്റബോധം. എടാ, നീ അതിനെക്കുറിച്ച് ഓർത്ത് ഓവറാക്കല്ലേ. അത് ചെറുപ്പത്തിലെ കാര്യമല്ലായിരുന്നു, അത് വിട്. അന്ന് നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ അങ്ങനെ ചിന്തിച്ചു പോലും കാണത്തില്ല. ഏതായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇന്ന് തൊട്ട്
ഞാൻ വർക്കൗട്ട് ചെയ്തിരിക്കും. പിന്നെ ഒരു ഡയറ്റ് പ്ലാനും അങ്ങ് ഫോളോ ചെയ്യും. എന്ത് നല്ല നടക്കാത്ത മനോഹരമായ സ്വപ്നം. നടത്തണം എടാ, ഇതിനൊക്കെ ഇതാണൊരു സൊല്യൂഷൻ. നിൻ്റെ ഈ സംഭവത്തിന് ശേഷം ഞാനും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, PCOSൻ്റേത്. ചെറുതായിട്ടുണ്ടെന്നാ പറയുന്നത്. നന്നായി. ഞാനൊരു കൂട്ടിന് കാത്തിരിക്കുകയായിരുന്നു. എന്നാ നമുക്കിനി ഒരുമിച്ച് വർക്കൗട്ടിന് പോവാം. കൂട്ട്. കൂട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ദേ വിളിക്കുന്നു. ഇവനെ കൊണ്ട്. ഹലോ, ജയ്സ പറയടാ. ഉണ്ട്, കൊടുക്കണോ? വേണ്ട. ആടാ. ശരി, പറയാം. നിന്നോട് നാളെ ബൊഗൻവില്ല പാർക്കിന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാനെങ്ങും ചെല്ലാൻ പോകുന്നില്ല. പിന്നെ എനിക്കൊരു പണിയില്ലേ. എടി പോയി നോക്ക്, സംസാരിച്ച് നോക്ക്, ശരിയായാലോ? ശരി, നീ പറഞ്ഞുകൊണ്ട് ഞാൻ പോവാം. പോരെ? മതി, സെറ്റ്. ഇനി നമുക്ക് ഫുഡ് അടിച്ചാലോ? അടിക്കാലോ. അപ്പോൾ ഡയറ്റോ? ഡയറ്റ് വൈകുന്നേരം തൊട്ട് തുടങ്ങാം. റൂപ്സ്, ഞാൻ നിന്നെ ഒരുപാട് തവണ വിളിച്ചിരുന്നല്ലോ, നീ എന്താ ഫോൺ എടുക്കാഞ്ഞേ? ഞാൻ കണ്ടായിരുന്നു. എടാ സോറി. എൻ്റെ പൊന്നു ജേസ, ഈ പൂവും കൊണ്ടൊന്നും നമ്മൾ സെറ്റാവില്ല. എടാ വേണ്ട. ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നേ. ഞാൻ എന്താ കേൾക്കേണ്ട ജേസ? നീ എന്നെ എൻ്റെ വേഴ്സ് മൊമെൻറ്റിൽ സംശയിച്ചതോ? എടാ എനിക്കറിയാം ഇത് സോറി മാത്രം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലെന്ന്. ഇന്നലെ എൻ്റെ അമ്മയോട് ഞാൻ നിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ആദ്യനോട് ചോദിച്ചത് ഞാൻ നിന്നെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് തന്നെ അറിയണത് നിൻ്റെ ഈ ഫേസ് കാണുമ്പോഴാണ്. എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, നീ അനുഭവിക്കുന്ന ഈ വേദന എനിക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, നിനക്കിനി എന്ത് പ്രശ്നം വന്നാലും നമുക്കത് ഒരുമിച്ച് നേരിടാമെന്ന്. നിൻ്റെ പീരിയഡ്സ് വന്നാലും ഇല്ലെങ്കിലും ബാക്കി നിനക്ക് തീരുമാനിക്കാം. നീ ഇത്രയും ഡയലോഗ് അടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഐ ആം സോറി. ആർ യു ഷ്യൂർ? പിന്നല്ല. അതെ, എനിക്കെൻ്റെ പീരിയഡ്സ് വന്നു. പീരിയഡ്സ് വന്നോ? അല്ല, പീരിയഡ്സ് വന്നല്ലേ